മാതൃസഹജമായ സ്നേഹത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിലും രൂപീകരണത്തിലും പരിശുദ്ധാമ്മ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയമായ ജനനത്തിലും രൂപീകരണത്തിലും പരിശുദ്ധ അമ്മയുടെ പങ്ക് വളരെ 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 വലിയതാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. സത്യം അംഗീകരിച്ചേ പറ്റൂ. സത്യം സത്യം തന്നെ. സത്യമല്ല എന്ന് വിചാരിച്ചത് കൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല. ദ ട്രൂത്ത് ഇസ് ദ ട്രൂത്ത്. അങ്ങനെ ദൈവിക പദ്ധതിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യകാമാതൃത്വം. ഒരേ സമയം കന്യകയുമാണ് മാതാവുമാണ്. കന്യകാ മാതൃത്വം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ആത്മീയമായിട്ട് ഒത്തിരി വേഗത്തിലും ഒത്തിരി അധികവും പുരോഗതി പ്രാപിക്കാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മയെ പറ്റി ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ നോളജ് പോരാ. നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ നമ്മൾ അറിയണം പരിശുദ്ധ അമ്മ ആരാണ്, പരിശുദ്ധ അമ്മ എനിക്കാരാണ്. അത് അംഗീകരിച്ച് സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയ പ്രൊട്ടക്ഷനാണ് ആത്മീയ ജീവിതത്തിലും നമ്മുടെ മുഴുവൻ ജീവിതത്തിലും വളരെ വലിയ പ്രോഗ്രസ് കാണാൻ പറ്റും. സ്റ്റക്കായിട്ടുള്ളതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളതൊക്കെ ഡൈനാമിക് ആവാൻ തുടങ്ങും. ജീവനില്ല എന്ന് തോന്നുന്ന മേഖലകളിലൊക്കെ ജീവൻ നിറയുന്ന അനുഭവമായിരിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ജീവൻ്റെ ഒരു നിറവ് അനുഭവിക്കാനായിട്ട് സാധിക്കും. കൃപയുടെ നിറവ്, ശക്തിയുടെ നിറവ്. അങ്ങനെ പരിശുദ്ധ അമ്മയോടൊത്താണ് നമ്മൾ കത്തോലിക്ക സഭയിൽ ജീവിക്കേണ്ടത്. വെറുതെ മനസ്സിൽ എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് ഈ സത്യബോധ്യം ലഭിക്കണം. ഈ യുഗാന്ത്യ സഭയിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം പരിശുദ്ധ റൂഹായോടൊപ്പം ദൈവത്തിന് പ്രിയപ്പെട്ട ആ ഒരു ചെറിയ അവശിഷ്ട ജനത്തെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടൊപ്പം ഈ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആ ഒരു ആത്മീയ ബന്ധം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വെരി വെരി എസെൻഷ്യൽ, ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏർജൻറ്റ്. യെസ്, പരിശുദ്ധ അമ്മയുടെ ആ മാതൃഹൃദയത്തിൽ നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചാൽ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പരിശുദ്ധ അമ്മ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറേ കാര്യങ്ങൾ കാണിച്ചു തരും, ഈശോയിലേക്ക് നയിക്കും. ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തരും. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പങ്ക് നമ്മളിലേക്കും കിട്ടും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ അരുവികൾ നമ്മളിലേക്കും എത്തട്ടെ. അതിന് നമ്മൾ തുറവിയുള്ളവരായിരിക്കണം, സ്വീകാര്യത ഉള്ളവരായിരിക്കണം. ഓപ്പൺനെസ് ആൻഡ് റിസെപ്റ്റിവിറ്റി. CCC 503 പറയുന്നു, 503 യേശുവിന് പിതാവായി ദൈവം മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഔസേപ്പിതാവ് യേശുവിൻ്റെ വളർത്തുപിതാവാണ്. ഒരേ സമയം അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പുത്രനാണ്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. തൻ്റെ ദൈവപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം യേശു സ്വാഭാവികമായി പിതാവിൻ്റെ പുത്രനാണ്. തൻ്റെ മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഈശോ സ്വാഭാവികമായി മാതാവിൻ്റെ പുത്രനാണ്. എന്നാലും രണ്ട് പ്രകൃതികളിലും അവിടുന്ന് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ പുത്രനാണ്. സോ നൈസ്. ദൈവപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം
യേശു സ്വാഭാവികമായി പിതാവിൻ്റെ പുത്രനാണ്. തൻ്റെ മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഈശോ സ്വാഭാവികമായി മാതാവിൻ്റെ പുത്രനാണ്. എന്നാലും രണ്ട് പ്രകൃതികളിലും അവിടുന്ന് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ പുത്രനാണ്.